അപ്പോൾ നമ്മൾ ലാസ്റ്റ് നമ്മുടെ ലൊക്കേഷനിലേക്ക് അവിടെ നിന്ന് കാണിച്ചത് ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് വരുന്നത്. അതെങ്ങനെയാണ് ടൂറിസം. ഇത് ടിക്കറ്റ് കൗണ്ടർ മുകളിലാണ് വരുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഓരോന്നോരോന്നും കാണിച്ചു തരാം. ലാസ്റ്റ് നമ്മുടെ ലൊക്കേഷനിലേക്ക് അവിടെ നിന്ന് കാണിച്ചത് ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് വരുന്നത്. അതെങ്ങനെയാണ് ടൂറിസം. ഇത് ടിക്കറ്റ് കൗണ്ടർ മുകളിലാണ് വരുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഓരോന്നോരോന്നും കാണിച്ചു തരാം. ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്, അതുകൊണ്ട് ഇതിൻ്റെ മുകളിലേക്ക് കയറാനല്ലേ വഴി. അതേപോലെ ഇവിടെ ഈ വെള്ളച്ചാട്ടം കാണാനല്ലേ. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നമുക്ക് ചില മലയുടെ മുകളിൽ കൂടെ നടന്ന് വരാം. നടന്നു വന്ന് അടിപൊളിയായിട്ട് വ്യൂ ആയിട്ട് കാണാം. അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചത് വരും. ഇതല്ലേ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന ലൊക്കേഷൻ. അതാണ്ടില്ലേ ഒരുപാട് ആൾക്കാർ മുകളിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുന്നത്. ഇതേപോലെ വെള്ളച്ചാട്ടം ഇതൊന്നും ഇതാണല്ലേ. ഇത് മഴക്കാലത്ത് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. ഞാൻ ഒരുപാട് തള്ളി പറയുന്നില്ല. ഇത് മഴക്കാലത്ത് വന്നാൽ മാത്രമേ നമുക്ക് ഇതൊക്കെയും കിട്ടുള്ളൂ. ഇതാണ് ഇത് ലൊക്കേഷൻ. കിട്ടില്ല ലൊക്കേഷൻ തന്നെയാണ് ഇത്. മലപ്പുറം ജില്ലയിൽ അതേപോലെ പാലക്കാട് ജില്ലയിലേക്ക് വന്ന് കാണാൻ പറ്റിയ കിടില ലൊക്കേഷൻ ആണല്ലേ. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കയറാം. ഇതിൻ്റെ മുകളിൽ മൊത്തം നമുക്ക് ആ തല വരെ കയറാം. ആ തവല കയറുമ്പോൾ എന്തുണ്ട്, ഇവിടുന്ന് 40 ഉറുപ്പ്യയുടെ ടിക്കറ്റ് എടുക്കണം. കിഡ്സിനാണെന്നുണ്ടെങ്കിൽ 15 ഉറുപ്പ്യ ടിക്കറ്റ്, വലിയ ആൾക്കാർക്കാണെങ്കിൽ 40 ഉറുപ്പ്യ ടിക്കറ്റാണ് വരുന്നത്. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഫുള്ള് കയറാം. അതേപോലെ കണ്ടില്ലേ ഒരുപാട് ടൂറിസ്റ്റുകൾ മുകളിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഇതുപോലെ ഇങ്ങനെ നടന്ന് വന്നിട്ട് നമുക്ക് സ്ഥലത്ത് മാത്രമേ ഇത് കിട്ടുള്ളൂ. മഴക്കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് കിട്ടൂല. അപ്പോൾ നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടേക്ക് നടന്നു പോണ. ടിക്കറ്റ് കൗണ്ടർ വരുന്നത് മുകളിലാണ്. അതുപോലെ വെള്ളം കുടിക്കാനുള്ളത്, അതിൽ ഉപ്പിലിട്ട മാങ്ങ അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ട് ഇവിടെ. ഒരുപാട് ഫാമിലികൾ ട്രാവലറൊക്കെ വിളിച്ച് വന്നിരിക്കുന്നു. ലൊക്കേഷൻ കാണിച്ചിട്ട് കേട്ടോ. ഈ വെള്ളച്ചാട്ടം ടിക്കറ്റ് അതിലാണ്. രാവിലെ 9:30 മുതൽ 6 മണി വരെയാണ്. ഇത് വഴിയാണ് നമ്മൾ ആ പാലത്തുമൊക്കെ കയറുന്ന വഴി. ഇതാണ് പാലത്തുമൊക്കെ കയറുന്നത്. അതേപോലെ മലയുടെ മുകളിലേക്ക് പോകാൻ എൻട്രൻസ് വെച്ചിട്ടുണ്ട്. ഇവിടെ എൻട്രൻസ് 40 ഉറുപ്പ്യ ടിക്കറ്റ് വരുന്നത് കഴിഞ്ഞാൽ ഇതാണ് എൻട്രൻസ്. കിടില ലൊക്കേഷനാണ് വരുന്നത്. വേറല്ലേ ഒരു മയിലിരിക്കണമെങ്കിൽ കാണിച്ചു തരാം. ഒരു മയിൽ, ഒരു കിടിലം വ്യൂ വേണമെങ്കിൽ കണ്ടോളി കേട്ടോ. ഇതൊക്കെ കാണും, സൂം ചെയ്താൽ ഇങ്ങനെ കാണാൻ കഴിയുന്ന കിടിലം വ്യൂ ആണ് ആ മയിലിരിക്കണത്. അപ്പൊ അടുത്ത വരുന്ന വീഡിയോ ഈ ലൊക്കേഷനിൽ 2 കിലോമീറ്റർ പോയ കിടില ലൊക്കേഷൻ വെയിറ്റ് ചെയ്തോ.